അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനീതംകരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാപനീയരായ പഠിതാക്കൾക്കും വിനീതമായി 10-ാം അധ്യായം 6-ാം ശ്ലോകമല്ലേ? അതെ സാർ. ഏകാദശ സ്കന്ധം അധ്യായം 10 ശ്ലോകം 6. അമാന്യമത്സരോദക്ഷോ ധർമ്മമോ ദൃഢസൗഹൃദാം അഫത്വരോർത്ഥജിജ്ഞാസു അനഫൂജിരമോഖവക്. ഒരു ശിഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ പല മന്ത്രങ്ങളിലും ഗുരുപദേശം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, ഗുരുവിന്റെ മഹത്വം എന്താണ് എന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ ശിഷ്യന്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുക. അമാന്യമത്സരോ ദക്ഷോ. അമാനി അമത്സരോ. അമാന്യമത്സരോ. അമാന്യമത്സരമല്ല, അമാനി അമത്സരം. കുറിച്ച് വരുമ്പോൾ അമാന്യമത്സരോ എന്ന് വായിക്കണം. അമാനിയായിരിക്കണം, അഭിമാനമില്ലാത്തവനായിരിക്കണം. അമത്സരൻ മത്സരമില്ലാത്തവനായിരിക്കണം. ദക്ഷൻ സമർത്ഥനായിരിക്കണം. നിർമ്മമൻ ഒന്നിനോടും മമത ഇല്ലാത്തവനായിരിക്കണം. ദൃഢസൗഹൃദ ദൃഢമായ സൗഹൃദം ഉള്ളവനായിരിക്കണം. അസത്വര. സത്വരം വേഗതയാണ്. അസത്വരം വേഗതയില്ലാത്തവൻ, സാവധാനക്കാരൻ എന്നർത്ഥം. അസത്വര. സത്വരം ത്വരയോട് കൂടിയത്, വേഗതയോട് കൂടിയത്. അതില്ലാത്തത് അസത്വര. അർത്ഥജിജ്ഞാസു. പരമാർത്ഥത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം. അർത്ഥം വെച്ചാൽ പരമാർത്ഥമാണ്. പരമമായ അർത്ഥം ബ്രഹ്മമാണ്. അത് അറിയുവാനുള്ള ജിജ്ഞാസയുള്ളവനായിരിക്കണം. അസത്വരോ അർത്ഥജിജ്ഞാസു. അനഫൂയുഹു. അസൂയയില്ലാത്തവനായിരിക്കണം. അമോഘവ. വ്യർത്ഥമായ ഒരു വാക്കുപോലും പറയാത്തവനായിരിക്കണം. നിഷ്ഫലമായ ഒരു വാക്കുപോലും പറയാത്തവൻ. സഫലീകരിക്കുന്ന വാക്കു മാത്രമേ പറയാവൂ. അത്രയും ഒരു ശിഷ്യന്റെ യോഗ്യതയാണ്. ഇവിടെയാണ് ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പാടുക. ഇത് വാസ്തവത്തിൽ നമുക്കൊരു വലിയ പാഠമായിരിക്കേണ്ടതാണ്. ശിഷ്യന്മാരുടെ യോഗ്യത പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം എന്ന് ഭാഗവതമാണ് നമ്മെ പഠിപ്പിക്കുക. ഇത് എല്ലാ ശിഷ്യന്മാരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെങ്കിൽ നമുക്ക് അറിയിക്കാനും അറിയാനും വ്യവസ്ഥകളൊന്നുമില്ല. മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങൾ തികഞ്ഞ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശിഷ്യനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ചാണ് പറയുക. അമാനിയായിരിക്കണം. ഞാൻ വലിയവനാണ്, ഞാൻ ഇന്നടത്തെയാണ്, ഞാൻ ധനമുള്ളവനാണ്, ഞാൻ ഇന്നയാളുടെ മകനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് കാറുണ്ട്, വണ്ടിയുണ്ട് എന്നിങ്ങനെ ഓരോന്നിലും അഭിമാനമില്ലാത്തവനായിരിക്കണം ശിഷ്യൻ. അമാനി. അതേപോലെ അമാനിത്വം ഉള്ളത് കൊണ്ട് അവന് വിനയം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു താഴ്മ ഉണ്ടാകും. ഞാൻ വലിയവനാണെന്നുള്ള ഭാവം ഇല്ലാതിരിക്കണം. അമാനിത്വം. പിന്നെ അമത്സരൻ. മത്സരം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഉത്കർഷം സഹിക്കാനാവാത്ത മനോഭാവത്തിന് പേരാണ് മത്സരം. എല്ലാം എന്നിലേക്ക് വരണം, മറ്റാരിലേക്ക് ഒന്നും പോകരുത്. മത്സരതി. അപ്പം അന്യന്മാരുടെ ഉയർച്ചയും ഉത്കർഷവും നന്മയും കണ്ടാൽ സഹിക്കാനാത്ത അവസ്ഥയുടെ പേരാണ്
മത്സരം. അതില്ലാത്തവനായിരിക്കും. അന്യന്മാരുടെ ഉയർച്ച കാണുമ്പോൾ, ഉത്കർഷം കാണുമ്പോഴൊക്കെ മത്സരബുദ്ധി ഉണ്ടാവരുത്, അതിൽ സന്തോഷിക്കാൻ പറ്റും. അമാനി അമത്സരോ ദക്ഷനായിരിക്കണം. ദക്ഷൻ എന്ന് വെച്ചാൽ ഗുരു ഉപദേശിക്കുന്നത് കേട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കാനുള്ള സാമർഥ്യമുള്ളവനായിരിക്കണം, കഴിവുള്ളവനായിരിക്കണം ദക്ഷ. അവിടെയാണ് ദക്ഷത, മറ്റൊന്നിനുമല്ല. നിർമ്മമോ, ഒന്നിനോടും മമത്വം അധികം ഉണ്ടാകാത്തവനായിരിക്കണം. വീട്, മാതാവ്, പിതാവ്, സഹോദരന്മാർ, ഭാര്യയോ ഭർത്താവോ ബന്ധുക്കളോ എന്നിങ്ങനെ അനേക തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കെട്ടുപാടുകളോട് ഇതൊക്കെ എന്റേത് 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 എന്നുള്ള മമത്വ ബുദ്ധി ഉപേക്ഷിച്ച് നിർമ്മമനായിരിക്കണം. ഇതൊക്കെ ഈശ്വരൻ തന്ന സമ്പത്തുകളാണ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള കഴിവ്. അതാണ് എൻ്റെ എൻ്റെ എന്നുള്ള ഭാവത്തെ മാറ്റിയെടുക്കലാണ് നിർമ്മമൻ. അതേപോലെ ദൃഢസൗഹൃദ, ദൃഢമായ ഉറച്ച സൗഹൃദം, സുഹൃത്തിന്റെ ഭാവമാണ് സൗഹൃദം. സുഹൃത്തം എന്ന് വെച്ചാൽ ശോഭനമായ ഹൃദയമുള്ളവനാണ് സുഹൃത്ത്. നല്ല ഹൃദയമുള്ളവൻ, ഹൃദയം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സാണ്. നല്ല മനസ്സുള്ളവനെയാണ് സുഹൃത്ത് എന്ന് വിളിക്കുക. ആ സുഹൃത്തിന്റെ ഭാവമാണ് സൗഹൃദം. ആ നല്ല മനസ്സുണ്ടായിരിക്കുക എന്നുള്ള ഭാവം ദൃഢമായിരിക്കണം. ഒരിക്കലും മനസ്സിന് ചാഞ്ചല്യമോ മാലിന്യമോ ഉണ്ടാവരുത്. മനസ്സ് പരിശുദ്ധമായിരിക്കണം, ദൃഢമായിരിക്കണം, ഉറച്ചതായിരിക്കണം. ചാഞ്ചല്യപൂർവ്വം ഒന്ന് ചിന്തിച്ചു, മാറി മറ്റുന്നുണ്ടു, ഇപ്പോഴൊന്ന് ചിന്തിച്ചു, അല്പം കഴിയുമ്പോൾ വേറൊന്ന് ചിന്തിച്ചു, അതാണ് ശരി ഇതാണ് ശരി എന്നിങ്ങനെ വേവലാതിപ്പെടുന്നത് ശിഷ്യന്റെ യോഗ്യതയല്ല. ഇന്നത്തെ ശിഷ്യന്മാർക്ക് ഇതെല്ലാം ഈ സമസ്ത ദുർഗുണങ്ങളും ഉള്ളവരാണ്. അപ്പൊ അമാനി അമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോ, വളരെ വേഗതയിൽ ഓടി നടന്ന് ബഹളം ഉണ്ടാക്കുന്നവനായിരിക്കരുത്, സാവധാനക്കാരനായിരിക്കണം. പതുക്കെ പതുക്കെ ശാന്തനായി. വേഗത്തിൽ ഓടി നടന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉത്കണ്ഠയുണ്ടാകും. അതിവേഗത കൊണ്ട് എനിക്ക് പറഞ്ഞതും കേട്ടതും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉപദേശിക്കുന്ന കാര്യം കേൾക്കണമെങ്കിൽ സാവധാനം ധരിക്കേണ്ട. അതാണ് അസത്വരോ. അർത്ഥജിജ്ഞാസു, ജീവിതത്തിന്റെ ലക്ഷ്യം കണക്കും സയൻസും മാത്രമൊന്നും പഠിക്കലല്ല, പരമാർത്ഥത്തെക്കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസ ഉണ്ടായിരിക്കും. അറിയേണ്ടത് ഈശ്വരനെ കുറിച്ചാണ്, ബ്രഹ്മത്തെക്കുറിച്ചാണ്. എന്തു പഠിച്ചാലും ഇതിനുള്ള ജിജ്ഞാസ നശിപ്പിക്കരുത്, ഇല്ലാതാക്കരുത്. അർത്ഥജിജ്ഞാസു അനസൂയുഹു, അസൂയയില്ലാത്തവനായിരിക്കണം. മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അതെനിക്ക് കിട്ടിയില്ലല്ലോ, അതെനിക്കുണ്ടായില്ലല്ലോ എന്നിങ്ങനെ സ്വയം തൻ്റെ പോരായ്മ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് അതൊക്കെ ഉണ്ട് എന്നുള്ള ആ ഭാവത്തെയാണ് അസൂയ. അതില്ലാതിരിക്കണം, അനസൂയമായിരിക്കണം. അമോഘവാക്ക്, അകാരണമായി ചുമ്മാതെ സംഭാഷണം, ചോദിക്കുന്നതിന്റെ ഉത്തരം മാത്രമേ പറയാം. ചോദിക്കാതെ ഏറി പറയരുത്. അത് ശിഷ്യന്റെ ക്വാളിറ്റി അല്ല. എന്താണോ ചോദിക്കുന്നത് ചോദ്യത്തിന് മാത്രം മറുപടി പറയാം. വിനയപൂർവ്വം ചോദിച്ച് അറിയാൻ വേണ്ടുന്ന സംഭാഷണം മാത്രമേ ചെയ്യാവൂ. ഇത്രയുമാണ് ശിഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അതില് ഒന്ന് കിട്ടിയാൽ പതുക്കെ പതുക്കെ ബാക്കി വന്നോളും എന്നൊരു ഗുണമുണ്ട്. ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡാണ്. ഒന്ന് കിട്ടിയാൽ പതുക്കെ പതുക്കെ ബാക്കിയുള്ളത് വന്നോളും. ഒരെണ്ണമെങ്കിലും നേടാൻ ശ്രമിച്ചാൽ മതി, ബാക്കിയൊക്കെ പുറകെ പുറകെ വരും. ഇതൊക്കെ കാര്യകാരണ ബന്ധം പോലെയാണ്. ഒന്ന് ഒരു കാര്യം മറ്റൊന്നിന്റെ കാരണമാണ്, അതറിയുമ്പോൾ അത് മറ്റൊന്നിന്റെ കാരണമാണ് എന്നിങ്ങനെ ഇവകൾ തമ്മിൽ കാര്യകാരണ ഭാവത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് കിട്ടുമ്പോൾ ബാക്കിയെല്ലാം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ
അസത്വരൊർത്ഥ ജിജ്ഞാസു അനസൂയിരമോഹവക് അമന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരൊർത്ഥ ജിജ്ഞാസു അനസൂയിരമോഹവക് അമന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോർത്ഥ ജിജ്ഞാസു അനസൂയിരമോഹവക് ജായാപത്യഗ്രഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷു അർത്ഥമിവാത്മനാം. ജായ പത്നി, അപത്യം സന്താനം, ഗൃഹം വീട്, ക്ഷേത്രം കൃഷിസ്ഥലമാണ്, സ്വജനങ്ങൾ ബന്ധുക്കൾ, ദ്രവിണം ധനം. ആദികളിൽ ജായ അപത്യ ഗൃഹ ക്ഷേത്ര സ്വജന ദ്രവിണാദിഷു. പത്നി, അപത്യം സന്താനം, ഗൃഹം വീട്, ക്ഷേത്രം കൃഷിസ്ഥലം, സ്വജനദ്രവിണാദിഷു. സാറില്ല. ആ ആ ഹരീകൃഷ്ണനോട് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ ആക്ഷൻ. ഓ സന്തോഷം, ആകട്ടെ ഞാനും പറഞ്ഞു. അപ്പൊ അതന്നെ കേട്ടാ. ആ ആ അവന് മാറി ചിന്തിക്കത്ത. കാരണം നല്ല യോഗ്യനാണ്, നല്ല ഫീനറുമാണ്. പിന്നെ തീർച്ചയായും ഒന്ന് ആദരിക്കുകയില്ല. അപ്പം ഞാൻ ഹരിയോട് പറഞ്ഞു അവിടെ ചെന്ന് കണ്ടൊന്ന് പറയണം, ഇന്ന് കണ്ട് ക്ഷണിച്ചിട്ട് പിന്നെ ഞാൻ വിളിച്ചോളാം ഞാൻ പറഞ്ഞു. അതല്ലേ നല്ലത്. അടുത്താണല്ലോ ഹരി, അത് അടുത്താണല്ലോ ചെന്ന് കണ്ടു പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 4-5 ശ്ലോകങ്ങളും തയ്യാറാക്കണം. ഓഗസ്റ്റ് 2 ഈ മാസമുണ്ട്. ചോദിച്ചിട്ട് ഒന്ന് തയ്യാറാക്കും എല്ലാവരും. പിന്നെ എന്താ സിനിമാ മിഷന്റെ ബിബിക്കാജി വരും. പിന്നെ നമ്മുടെ NG യൂണിവേഴ്സിറ്റി ലൈസൻസ് ഉണ്ട്. ഓ അല്ല പുതിയ വിവാദം 3 മതിയല്ലേ. അവ ഡേറ്റ് നോട്ട് ചെയ്താൽ ഇന്ന് എഴുതി വെക്കണം. ജായാവത്യഗൃഹക്ഷേത്രസ്വജനദ്രവിണാദിഷു. ദ്രവിണ ആദികൾ എന്ന് വെച്ചാൽ ഇത്രയും പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവരില് ഉദാസീന സമം പശ്യ, അവരിൽ ഉദാസീനനായിട്ട് ഒരുപോലെ കാണണം. സർവേഷു അർത്ഥമിവ ആത്മന, എല്ലാവരിലും ഉദാസീനത്തെ വിശേഷമായ ഒരു സ്നേഹം ഇല്ലാതിരിക്കണം എന്നേ ഉള്ളൂ. സാധാരണ എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ മാത്രം ഇവരെയും സ്നേഹിക്കാം. ഇവരെൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റേതാണ് എന്നൊരു മമത്വം അവരിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്ന കാര്യം ഇല്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെയാണ് പത്നിയെയും ഭർത്താവിനെയും സന്താനങ്ങളെയും വീടും അവരവരുടെ കൃഷിസ്ഥലങ്ങളും. ഇത് എൻ്റെ കൃഷിസ്ഥലമാണ് എന്നുള്ള വിചാരം വരുമ്പോഴാണ് അവിടേക്ക് ഈ മമതയുടെ ചിന്ത കൊണ്ട് ഇത് മറ്റാർക്കും പറ്റുന്നതല്ല, അധികാരമില്ല, അവകാശമില്ല എന്ന് മറ്റുള്ളവരിൽ നിന്നും വ്യാവർത്തിക്കപ്പെടും. ആ വ്യാവർത്തനം ഒഴിവാക്കാൻ പറ്റും. ഈ കൃഷിസ്ഥലം ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരുടെയുമാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നവർ, മറ്റുള്ളവർ കൃഷിസ്ഥലം സ്നേഹിക്കുന്നവർ തന്നെയും തൻ്റെ കൃഷിസ്ഥലത്തെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരുടെ. സ്വന്തം ഭാര്യയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ മറ്റേത് ഭാര്യമാരെ കണ്ടാലും ആദരിക്കാനും ബഹുമാനിക്കാനും പറ്റുക. ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാണ് ജായ അപത്യ ഗൃഹക്ഷേത്ര സ്വജന ദ്രവിണാദിഷു ഉദാസീന സംപശി. ഒരുപോലെ കാണണമെന്ന് വെച്ചാൽ അവന്റെ ഭാര്യ എൻ്റെ ഭാര്യ ഒരുപോലെ കാണുന്നതല്ല. ഞാൻ എൻ്റെ ഭാര്യയോട് എന്ത് ബഹുമാനവും ആദരവും സ്നേഹവും കാണിക്കുന്നോ അതേപോലെ മറ്റുള്ളവരുടെ ഒക്കെ ഭാര്യമാരും സാമാന്യമായ സ്നേഹത്തിനും അതുപോലെ ആദരവിനും ഒക്കെ പാത്രീഭവിക്കുന്നവരാണ് എന്ന്. ഇത് എൻ്റെ മക്കൾ എന്നല്ല,
മറ്റുള്ളവരുടെ മക്കളെയും സ്നേഹിക്കാൻ ഉള്ള മനസ്സുണ്ടാവണം. എൻ്റെ വീട് എന്ന് മാത്രമല്ല, ഏത് വീടും ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന പോലെ മറ്റുള്ളവർക്കും അവരവരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതുകൊണ്ട് വീടുകളെല്ലാം എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയുള്ള, അതുകൊണ്ട് മറ്റു വീട്ടിൽ പോയി അങ്ങനെ താമസിക്കണം എന്നല്ല, ആ ഒരു മനോഭാവത്തോടെ എല്ലാ വീടുകളെയും കാണാൻ പറ്റണം. കൃഷിസ്ഥലം അങ്ങനെയാണ്, സ്വജനങ്ങൾ അങ്ങനെയാണ്, ധനവും അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരിലെല്ലാം പ്രത്യേകിച്ച് വിശേഷവിധിയില്ലാതെ അവരിൽ നിന്ന് തനിക്ക് പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും. എൻ്റെ ധനം കൊണ്ട്, എൻ്റെ കൃഷിസ്ഥലം കൊണ്ട്, എൻ്റെ ഭാര്യയെ കൊണ്ട്, എൻ്റെ മക്കളെ കൊണ്ടാണ് എനിക്ക് പ്രയോജനം ഉണ്ടാകുന്നത് എന്ന് ഇവിടെ വിചാരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും ഈ പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിലും സ്നേഹം തുല്യമായിരിക്കണം രണ്ടുപേരും ഒരുപോലെ. ഇനിയും അങ്ങനെ ആണെങ്കിൽ തന്നെയും നമ്മളൊക്കെ പ്രാരബ്ധം കൊണ്ട് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ധാരാളം. അത് കൂട്ടാനോ അത് കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഇവർക്ക് ആർക്കും പറ്റില്ല. പ്രാരബ്ധ കർമ്മഫലങ്ങൾ കൊണ്ട് നേരിടുന്ന കുറെ ദുഃഖ പരമ്പരകളുണ്ട്. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് കൂട്ടാനും പറ്റില്ല, അത് കുറയ്ക്കാനും പറ്റില്ല. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തനിക്കും അവരോടുള്ള സുഖദുഃഖങ്ങളെ മറ്റൊരു വിധത്തിലാക്കാൻ തനിക്ക് പറ്റത്തില്ല. അവരവർ അനുഭവിക്കേണ്ട സുഖദുഃഖങ്ങൾ അവരവർ അനുഭവിക്കേണ്ടി വരും. അതിന് ഞാനോ അവരോ ഇതിന് കാരണക്കാരല്ല. എല്ലാവരും പ്രാരബ്ധത്തിന് കീഴടങ്ങിയവരാണ് എന്നുള്ള മനസ്സ് വെച്ചാൽ അന്യോന്യം സ്നേഹിക്കാൻ ഒരു വിഷമവുമില്ല. അതിന് വിശേഷമായ ഒരു ബന്ധം വേണം എന്നുമില്ല. അത്യന്തമായൊരു ഗുണം ഉണ്ടാകണം എന്നും ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും ഉദാസീനനായിട്ട് വിവേകപൂർവമായ മമത ഉപേക്ഷിച്ചുകൊണ്ട്, മമത ഉപേക്ഷിക്കണമെങ്കിൽ നല്ല വിവേകമാണ്, അത് ഉപേക്ഷിച്ച് ഈ എല്ലാവരോടും സമമായ സൗഹൃദം പുലർത്തിക്കൊണ്ട് സകല പ്രാണികളെയും സ്നേഹിക്കാൻ അല്ലാതെ അത്യാസക്തി ഉണ്ടാക്കിയെടുക്കാതിരിക്കണം എന്ന് സാരം. ഇത് ശിഷ്യന്റെ ഗുണങ്ങൾ. ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരു ശിഷ്യന് മാത്രമേ ഗുരുവിനെ ആശ്രയിക്കാൻ പറ്റൂ. ഇതാണ് ശിഷ്യന്റെ ക്വാളിറ്റി. ഇങ്ങനെയൊക്കെയുള്ള ഒരു ശിഷ്യനാണെങ്കിൽ ഒരു വിഷമവും ഇല്ലാതെ ഗുരുവിനെ ചെന്ന് ആശ്രയിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇതും ശിഷ്യന്റെ യോഗ്യതകളാണ്. ജായാപത്യഗൃഹക്ഷേത്രസ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷു അർത്ഥമിവാത്മനാം. ജായാപത്യഗൃഹക്ഷേത്രസ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷു അർത്ഥമിവാത്മനാം. ജായ കഴിഞ്ഞാൽ പത്യ എന്നല്ല പറയേണ്ടത്, ജായ അപത്യ എന്നാണ്. മുമ്പത്തെ പദം തന്നെ ഇവിടെയും പദം പിരിച്ച് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ പറ്റും. മുമ്പ് അമാന്യ അമത്സരോ എന്ന് വായിച്ചതുപോലെ ഇവിടെ ജായ അപത്യ ഗൃഹക്ഷേത്ര സ്വജന ദ്രവിണാദിഷു എന്ന് തന്നെ ചിന്തിക്കുന്നതാണ് നല്ലത്. വിലക്ഷണ സ്ഥൂല സൂക്ഷ്മാത് ദേഹാദേ ദേഹാദ ആത്മേക്ഷിതാസ്വദൃക് യഥാഗ്നർ ദാരുണോ ദാഹ്യാത് ദാഹോവജ്ഞപ്രകാശകാം. വിലക്ഷണ സ്ഥൂല സൂക്ഷ്മത്തിൽ നിന്നും വിലക്ഷണനായി വേർപെട്ടിരിക്കുന്നതായിട്ട്, സ്ഥൂലമായ വസ്തുവിൽ നിന്നും സൂക്ഷ്മമായ വസ്തുവിൽ നിന്നും വേറിട്ടിരിക്കുന്ന വിലക്ഷണ സ്ഥൂല സൂക്ഷ്മാത് ദേഹാത് ആത്മേക്ഷിതാസ്വദൃക്. ദേഹാത് ദേഹത്തിൽ നിന്നും, സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ദേഹത്തിൽ നിന്നും. ദേഹം ഈ ശരീരം സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്. സ്ഥൂലം ബാഹ്യമായി കാണുന്നതാണ്, സൂക്ഷ്മം അകത്തുള്ള ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശമാണ്. അത് ഉള്ളിന്റെ ഉള്ളിലാണ്, പുറത്തു നിന്ന് കാണാൻ പറ്റില്ല. കണ്ണിന്റെ സൂക്ഷ്മാംശം ഉള്ളിലാണ്, ചെവിയുടെ സൂക്ഷ്മാംശം ഉള്ളിലാണ്, മൂക്കിന്റെ ഉള്ളിലാണ്, നാവിന്റെ അഗ്രത്തിലാണ്. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇതൊക്കെ അനുഭവിക്കാനേ പറ്റുള്ളൂ. അപ്പം സ്ഥൂലമായ ദേഹത്തിൽ നിന്നും സൂക്ഷ്മമായ ദേഹത്തിൽ നിന്നും സ്ഥൂല സൂക്ഷ്മാത് ദേഹാത്, സ്ഥൂല സൂക്ഷ്മങ്ങളായ ദേഹത്തിൽ നിന്നും
ഈ എന്താണ് ഈക്ഷിതാഫുദൃക്ക് തന്നെത്താൻ അറിയുന്നവനുമായ ആത്മാവ് വിലക്ഷണമായി വിചാരിച്ച് ആത്മാ ഈക്ഷിതാഫുദൃക്ക്, ഈക്ഷിത കാണുന്നവൻ, ഫുദൃക്ക് തന്നെത്താൻ അറിയുന്നവൻ, ഫുദൃക്ക് ഇവരെയും എന്താണ് വേറിട്ട് കാണണം. സ്ഥൂല സൂക്ഷ്മങ്ങളിലായ ദേഹങ്ങളിൽ നിന്നും വേറിട്ടാണ് ആത്മാവെന്ന് കാണുന്നവൻ. ഈക്ഷിത സ്വദൃക്ക് അവിടെ എന്താണ്, അവിടെ തന്നെയും കൂടി അയാൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഏതുപോലെയാണ്? ഉദാഹരണം കൊണ്ട് പറയാണ്, യഥാഗ്നിഹി ദാരുണോ ദാഹ്യാത് ദാഹകോ അന്യപ്രകാശം. യഥാഗ്നി എപ്രകാരമാണോ അഗ്നി ദാരുണ പിറകിൽ നിന്നും, ദാരുവിൽ നിന്നും പഞ്ചമിയാണ്, ദാരുണോ ദാഹ്യാ പിറകിൽ നിന്നും, ദാഹ്യമായ ആയ വിറകിൽ, ദഹിപ്പിക്കപ്പെടുവാൻ യോഗ്യമായ വിറകിൽ നിന്നും, ദാഹ്യം ദഹിപ്പിക്കാൻ യോഗ്യമായത്, ദഹിപ്പിക്കാൻ യോഗ്യമായ വിറകിൽ നിന്നും, ദാഹ്യാത് ദാരുണോ ദാഹകഹ ദാഹകൻ ദഹിപ്പിക്കുന്നവൻ, അന്യപ്രകാശകഹ ദഹിപ്പിക്കുന്നവനും പ്രകാശിപ്പിക്കുന്നവനുമായ അഗ്നി യഥാ വിലക്ഷണ ഭിന്ന ലക്ഷണമുള്ളതായിട്ട് അന്യവുമാവും. വിറക് തീയല്ല, പക്ഷെ വിറകിൽ തീയുണ്ട്. വിറക് കത്തുന്നു എന്ന് പറഞ്ഞാൽ കത്തുന്ന തീയാണ്. വിറക് സ്ഥൂലമാണ്, വിറകിന്റെ അകത്തിരിക്കുന്ന അഗ്നി സൂക്ഷ്മമാണ്. ഈ ശരീരം പോലെ തന്നെ വിറകിലും സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ട് ദേഹങ്ങളുണ്ട്. അതിലെ ഈ സൂക്ഷ്മമായ അഗ്നിയാണ് ഈ വിറകിനെ കത്തിച്ചാമ്പലാക്കുന്നത്. ഇതിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. സ്വദൃക് വിറകിന് അഗ്നിയെ കാണാൻ പറ്റത്തില്ല. പക്ഷെ വിറകിൽ ആരുണ്ട്? അഗ്നിയുണ്ട്. അതെങ്ങനെ അറിയാം? കത്തുമ്പോഴറിയാം. കത്തി വിറകിന്റെ വലിപ്പം അനുസരിച്ച് അഗ്നിക്ക് വലിയ വലിപ്പം ഉണ്ടാകും. അഗ്നിക്ക് വലിപ്പമൊന്നുമില്ല. അഗ്നിക്ക് സ്ഥൂലതയില്ല, സൂക്ഷ്മതയില്ല, രണ്ടും അഗ്നിക്കില്ല. ഏത് ഇന്ധനത്തിൽ നിൽക്കുന്നോ ആ ഇന്ധനത്തിനനുസരിച്ച് വലിപ്പവും ചെറുപ്പവും അഗ്നി ഉണ്ടാവും. അഗ്നി ഒരു ചെറിയ തീപ്പൊരി മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ദാഹകോ അന്യഃ പ്രകാശക വിലക്ഷണ, ദാഹകനായ അന്യമായ അഗ്നി ഇതിൽ നിന്നും വിലക്ഷണമാണ്. ഏതുപോലെ സ്ഥൂല സൂക്ഷ്മദേഹങ്ങളിൽ നിന്നും ഞാൻ വിലക്ഷണമായിരിക്കുന്നത് പോലെ. ഈ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഗുരുവാരാണ് ശിഷ്യനാരാണെന്ന് പറഞ്ഞതിന് ശേഷം ഗുരുവിന്റെ ഉപദേശങ്ങളെ ഒരു അനുഭവമാക്കി അനുഷ്ഠിക്കണം എന്ന് പറയുകയാണ് ശിഷ്യൻ. ഗുരുപദേശം എന്താക്കി മാറ്റണം? അനുഭവമാക്കി മാറ്റണം. ഉപദേശിച്ചു, കേട്ടു, ഈ ചെവിക്ക് കേട്ടു, ആ ചെവിക്ക് കൂടെ കളഞ്ഞു പോയി, ഞാൻ വേറെ പണിക്ക് പോയി. അതല്ല, ഇതൊരു അനുഭവമാക്കി മാറ്റാൻ പറ്റണം. എങ്ങനെയാണിത് അനുഭവമാക്കി മാറ്റാൻ പറ്റുന്നത് എന്നുള്ള ഒരു വിവരണമാണ് ഈ ശ്ലോകം. അതിനെന്ത് ചെയ്യണം? മനനം ചെയ്യണം. ആ മനനത്തിന്റെ ഒരു ക്രമം പറയാണ്. ആത്മാവിനും ദേഹത്തിനുമുള്ള ഗുണങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്. വാസ്തവം സത്യമാണ്. ആത്മാവിന് ഗുണമല്ല ദേഹത്തിന്, ദേഹത്തിന് ഗുണമല്ല ആത്മാവിന്. ഇത് നന്നായി അറിഞ്ഞിട്ട് ദേഹവിലക്ഷണനാണ് ആത്മാവെന്ന് സൂക്ഷ്മ ബുദ്ധി കൊണ്ടറിയണം. ദേഹ വിലക്ഷണനാണ് ആത്മാവ്. സ്ഥൂല സൂക്ഷ്മദേഹങ്ങൾക്ക് അപ്പുറത്താണ്. ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്താണ് ആത്മാവ്. അത് നമ്മൾ ഇത്രയും കാലമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്നത് അത് തന്നെയാണിത്. അതുകൊണ്ട് ഈ അറിവിനെ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ പോവാണ്. ഈ ശരീരം പഞ്ചഭൂതങ്ങളുടെ പരിണാമമാണ്, അതുകൊണ്ടുണ്ടായതാണ്.
സൂക്ഷ്മ ശരീരം, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രാണനും ഒക്കെ ചേർന്ന് അവയുടെ ഏകീഭൂതമായ ഒരു അംശമാണ് സൂക്ഷ്മദേഹമായിട്ട് മാറുന്നത്. ഈ രണ്ട് ശരീരത്തിൽ നിന്നും വിലക്ഷണനാണ്, വേറിട്ട് നിൽക്കുന്നവനാണ് ആത്മ. അതുകൊണ്ട് ദേഹത്തിന് ഇല്ലാത്തതും ആത്മാവിനുള്ളതുമായ രണ്ട് ഗുണങ്ങളാണ് ഇവിടെ പറയാം. ദേഹത്തിനില്ലാത്തതും ആത്മാവിനുള്ളതുമായ രണ്ട് ഗുണങ്ങൾ എന്താണ്? സ്ഥൂല സൂക്ഷ്മദേഹങ്ങളെ അറിയുന്നത് കൊണ്ട് ആത്മാവ് കാണുന്നവൻ, ദേഹം കാണപ്പെടുന്നവൻ എന്നുള്ള വ്യത്യസ്തം. ആത്മാവ് കൊണ്ടാണ് കാണുന്നത്, ദേഹം ഒരു വിറകു പോലെ മാത്രമേ. ആത്മാവാണ് അഗ്നി. അതുകൊണ്ട് ദാഹകോ ദാഹ്യക. ഒരാള് ദാഹ്യനാണ്, മറ്റേയാള് ദാഹകനാണ്. അതുകൊണ്ട് സ്ഥൂല സൂക്ഷ്മദേഹങ്ങളെ അറിയുന്നത് കൊണ്ട് ആത്മാവിനെ കാണുന്നവൻ, ദേഹം കാണപ്പെടുവാൻ യോഗ്യമായ വസ്തു, കാണപ്പെടുന്ന പദാർത്ഥവും ഒന്നല്ലോ രണ്ടാണല്ലോ, വിറകും അഗ്നിയും ഒന്നല്ല, പക്ഷെ ഒന്നായിരിക്കാം. ഈ രണ്ട് ദേഹങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആത്മാവ് തന്നെ പ്രകാശിക്കും. ഈ വിറകിനെ കത്തി ജ്വലിപ്പിച്ചുകൊണ്ട് അഗ്നി അങ്ങനെ പ്രകാശിച്ചു. അപ്പോൾ ആത്മപ്രകാശം അനുഭവിക്കുന്നത് പോലെയാണ്. വിറകിനെ പ്രകാശിപ്പിക്കുന്നതും ദഹിപ്പിക്കുന്നതും ഒക്കെ അഗ്നി തന്നെയാണ്. വിറകല്ലല്ലോ. വിറകിന് താനെ പ്രകാശിക്കാൻ കഴിവില്ല, ദേഹത്തിന് താനെ പ്രകാശിക്കാൻ കഴിവില്ല, ദേഹത്തിന് താനെ ചിരിക്കാൻ കഴിവില്ല. ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് ദേഹം ഇങ്ങനെയൊക്കെ അനങ്ങി ചഞ്ചലമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇത് രണ്ടും വിരുദ്ധ ലക്ഷണം തന്നെയാണ്. ദേഹം ദൃശ്യമാണ്, വിറക് ദൃശ്യമാണ്. ആത്മാവ് ദ്രഷ്ടാവാണ്, പ്രകാശമാണ്. അഗ്നിയും ദ്രഷ്ടാവാണ്, പ്രകാശമാണ്. അതുകൊണ്ട് ഈ ലക്ഷണത്തെ കൊണ്ട് ലക്ഷ്യത്തെ അറിയാൻ പറ്റണം. ദേഹത്തിന്റെ ലക്ഷണങ്ങളെ കൊണ്ട് ദേഹിയെ തിരിച്ചറിയണം. വിറകിന്റെ ലക്ഷണം കൊണ്ട് അതിൽ അഗ്നിയുണ്ട് എന്ന് തിരിച്ചറിയണം. ഇത് നിരന്തരമായും മനനം ചെയ്ത് യുക്തിപൂർവം ചിന്തിച്ച് ഗുരുമുഖത്തു നിന്ന് കേട്ട് മനനം ചെയ്യേണ്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഗുരു പഠിപ്പിച്ചു വിട്ടു, പക്ഷെ ശിഷ്യൻ എന്ത് ചെയ്യണം? ഈ ഉദാഹരണം വെച്ചുകൊണ്ട് ചിന്തിക്കണം. ഈ വിറക് കത്തുന്നതിന് മുമ്പ് അഗ്നി നമുക്ക് കാണാൻ പറ്റില്ല. വിറക് കത്തുന്ന സമയത്ത് ഇതാ അഗ്നി കത്തി ജ്വലിക്കുന്നു, അഗ്നി ആളി കത്തുന്നു, ഇല്ല, അഗ്നിക്കൊന്നുമില്ല. വിറകിനാണിത്. കത്തി തീർന്നു കഴിഞ്ഞപ്പോൾ അഗ്നി കെട്ടു. ഇതൊന്നും വാസ്തവ അഗ്നി അല്ലല്ലോ. വിറക് തീർന്നപ്പോൾ അഗ്നി എന്ത് ചെയ്തു? തന്നെ അദൃഷ്ടനായി. അത്രയല്ലേ ഉള്ളൂ. ഇതുപോലെയാണ് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൽ നിന്നും അപ്പുറത്ത് ആത്മസ്വരൂപമായ ഒരു ചൈതന്യ ശക്തി ഉണ്ട് എന്ന് ശിഷ്യൻ മരണം കൊണ്ട് സ്വയം തിരിച്ചറിയണം. വിലക്ഷണ സ്ഥൂല സൂക്ഷ്മ ദേഹാദാത്മേക്ഷിത യഥാഗ്നർദാരുണോ ദാഹ്യദാഹോജ്ഞപ്രകാശകാം വിലക്ഷണ സ്ഥൂല സൂക്ഷ്മ ദേഹാദാത്മേക്ഷിത യഥാഗ്നർദാരുണോ ദാഹ്യദാഹോജ്ഞപ്രകാശകാം വിലക്ഷണ സ്ഥൂല സൂക്ഷ്മ ദേഹാദാത്മേക്ഷിത യഥാഗ്നർദാരുണോ ദാഹ്യദാഹോജ്ഞപ്രകാശകാം നിരോധാത് പത്യനുബൃഹന്നാനത്വം തത്കൃതാൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണാൻ പരാം. നിരോധാത്, നിരോധം കൊണ്ട്, നിരോധ ഉത്പത്തി അണു ബൃഹത് നാനാത്വം. നിരോധം, നിരോധിക്കൽ, ഇല്ലാതാകൽ, മറഞ്ഞിരിക്കൽ, നശിക്കൽ എന്ന് വേണേൽ പറയാം. ഉത്പത്തി, ഉത്ഭവമാണ്, സൃഷ്ടിയാണ്. നിരോധ ഉത്പത്തി അണു, ചെറുതായിരിക്കൽ, ഏറ്റവും ചെറുതായിരിക്കും.
ബൃഹത്ത് വലുതായിരിക്കുന്നു, നാനാത്വം പലതായി തീർന്നിരിക്കുന്നു. ഇത്രയും ഭേദങ്ങൾ നിരോധ, ഉത്പത്തി, അണു, ബൃഹൻ, നാനാത്വം, തത്കൃതാൻ ഗുണാൻ, ഇതൊക്കെ ഈ ഭേദങ്ങൾ ചെയ്യപ്പെടുന്നതാണ്. തത്കൃതാൻ, ഇതൊക്കെ ഈ ഭേദങ്ങളൊക്കെ ഭേദമുള്ള വസ്തുക്കളിലാണ് അനുഭവപ്പെടാൻ പറ്റുന്നത്. ഞാൻ ചെറുതാണെന്ന് തോന്നുന്ന ശരീരം ചെറുതാകുന്നതാണ്, ഞാൻ വലുതാകുന്നത് ശരീരം വലുതാകുന്നത് കൊണ്ടാണ്, പലതാണെന്ന് തോന്നുന്ന പല ശരീരം ഉള്ളത് കൊണ്ടാണ്, നശിക്കുന്നു തോന്നുന്ന ശരീരം ഉള്ളത് കൊണ്ടാണ്, സൃഷ്ടിക്കുന്നു ഉണ്ടാകുന്നു തോന്നുന്ന ശരീരമാണ്. നിരോധ, ഉത്പത്തി, അണു, ബൃഹത്, നാനാത്വം, തത്കൃതാൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആദത്ത ഏവം ദേഹഗുണൻ പര. അന്തഃപ്രവിഷ്ട ആദത്ത, അന്തസ്ഥിതനായ ആ പരഹ, ആ പരമാത്മാവ് ദേഹഗുണങ്ങളെ, ആദത്തെ ധരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ശരീരത്തിന് ഗുണമാണ്. അത് എവിടേക്ക് ആരോപിക്കും? നമ്മള് ആത്മാവിലേക്ക്. എന്നിട്ടാണ് ഞാൻ ചെറുതാണ്, ഞാൻ വലുതാണ്, എന്റെ ശരീരം ക്ഷീണിക്കുന്നു, എന്റെ ശരീരം നന്നാകുന്നു, എനിക്ക് എന്റെ കൈക്ക് നല്ല നീളമുണ്ട്, ഇതേപോലെ ഞാൻ മരിക്കുന്നു, ഞാൻ ജനിക്കുന്നു, ഞാൻ പലതായിത്തീർന്നു എന്നൊക്കെയുള്ള ഭാവങ്ങൾ വാസ്തവത്തിൽ അന്തഃപ്രവിഷ്ട പരഹ ദേഹഗുണാൻ ആദത്തെ, അന്തഃപ്രവിഷ്ടനായിരിക്കുന്ന ആത്മാവ് പരഹാം ഏവം ഇങ്ങനെ ദേഹഗുണാൻ, ദേഹഗുണങ്ങളെ ആദത്തെ സ്വീകരിക്കുന്നതാണ്. ദേഹാദികളുടെ അന്യോന്യഭാവത്തെ നന്നായി അറിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് കാണിക്കാൻ പോവാണ്. അതുകൊണ്ട് ദേഹത്തിന് ഇല്ലാത്തതും ആത്മാവിന് ഉള്ളതുമായ അനേക ലക്ഷണങ്ങളെ അഗ്നിയെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിക്കാം. അഗ്നി വിറകിനുള്ളിൽ ഒതുങ്ങിയിരിക്കും. അങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ അത് പുറത്തേക്ക് പ്രകാശിക്കുകയും ചെയ്യും. വിറകിനുള്ളിലിരിക്കുമ്പോൾ അഗ്നി ഇല്ലാത്ത പോലെ തോന്നും. അപ്പൊ എന്താ? അഗ്നി നശിച്ചു, നിരോധം എന്ന് പറയാം. അതിൽ അഗ്നിയില്ല. അതേപോലെ അത് പ്രകാശിച്ചപ്പോൾ അഗ്നി ഉണ്ടായി എന്ന് പറഞ്ഞു. അഗ്നി കത്തിജ്വലിച്ചു, അഗ്നിയുടെ സൃഷ്ടിയാണ്. അപ്പൊ അഗ്നി ഇല്ലാത്തപ്പോൾ അഗ്നി ഇല്ല, അഗ്നിയുടെ നാശം. ഈ വിറകിൽ അഗ്നിയില്ല, കാരണം കത്തൊന്നുമില്ലല്ലോ, അഗ്നിയില്ല. അതേപോലെ കത്തിയപ്പോൾ ഇതിൽ നിന്നുമാണ് അഗ്നി കത്തിജ്വലിച്ചത് എന്ന് ഇതിൽ നിന്നും ഉത്ഭവിച്ചതുപോലെയും വിറക് മുഴുവൻ കത്തി നശിച്ചപ്പോൾ അഗ്നി നശിച്ചു. പിന്നെ അഗ്നി ഇല്ലല്ലോ. വിറക് വലുതായിരുന്നാൽ അഗ്നി വലുതാകും, വിറക് ചെറുതായാൽ അഗ്നി ചെറുതാകും. ഒത്തിരി വിറകുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കത്തിച്ചാൽ അഗ്നിക്ക് നാനാത്വം. അവിടെ തീയ്, ഇവിടെ തീയ്, അപ്പുറത്ത് തീയ്. ഇങ്ങനെ നാശം, ഉൽപ്പത്തി, വലുപ്പം, ചെറുപ്പം, നാനാത്വം, ഈ ധർമ്മങ്ങളൊക്കെ അഗ്നിക്കുണ്ടെന്ന് തോന്നുന്നത് വിറകുമായിട്ടുള്ള സംബന്ധം കൊണ്ടാണ്. വാസ്തവത്തിൽ അഗ്നിക്ക് തോന്നുന്നില്ലല്ലോ. അഗ്നിക്ക് ഉണ്ടാകലില്ല, നശിക്കലില്ല, അഗ്നി വലുതാകലില്ല, അഗ്നിക്ക് ചെറുതാകലില്ല, നാനാത്വം ഇല്ല. പക്ഷെ നമ്മൾ എവിടെ ആരോപിക്കും? അഗ്നി പിറകിലാണ് ഉള്ളത് വാസ്തവം, പക്ഷെ നമ്മൾ അഗ്നിയിൽ ആരോപിക്കും. ഇതുപോലെയാണ് ഈ ദേഹത്തിന്റെ ബന്ധങ്ങളെ ആത്മാവിലേക്ക് ആരോപിക്കും. ഉദാഹരണം പറഞ്ഞാൽ, മനോഹരമായ ഉദാഹരണം, ഒരിക്കലും നശിക്കാത്തൊരു ഉദാഹരണം. അതുകൊണ്ട് എല്ലാറ്റിലും ഇരിക്കുന്ന ആത്മസ്വരൂപത്തെ, എല്ലാറ്റിലും ഇരിക്കുന്ന അഗ്നിയെ, ആ വിറകിലുമുണ്ട്, ഈ വിറകിലുമുണ്ട്, അപ്പുറത്തെ വിറകിലുണ്ട്. ഇതുപോലെ എല്ലാ ദേഹത്തിന്റെയും ഉള്ളിൽ അന്തസ്ഥിതനായ ആത്മാവ് ഉണ്ട്. ആത്മാവ് നിത്യനാണ്, അത് ഏകനാണ്,
ശരീരം അനിത്യവുമാണ്, അനേകവുമാണ് എന്ന് ശിഷ്യൻ മനനം ചെയ്ത് ഉദാഹരണത്തിൽ കൂടി ഉള്ളിൽ ഉറപ്പിച്ച് ചിട്ടപ്പെടുത്തി വയ്ക്കണം. അത് ശിഷ്യന്റെ കടമയാണ്. അതിനെയാണ് അധീതി കഴിഞ്ഞാൽ ബോധ്യം എന്ന് പറയുക. അധ്യയനം ചെയ്ത് ബോധ്യപ്പെടണം. ഗുരു ഉപദേശങ്ങൾ ബോധ്യമാകണമെങ്കിൽ മനനം കൊണ്ടുവേണം ബോധ്യപ്പെടാൻ. ചിന്തിക്കണം. ഇന്ന് ശിഷ്യന്മാർക്കില്ലാത്ത ഒരു യോഗ്യതയും മനനമാണ്. പഠിക്കുക, പരീക്ഷ എഴുതുക, ജോലി എടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. എന്താണ് പഠിച്ചത്, എന്താണ് പരീക്ഷ എഴുതുന്നത്, എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊരു മനനം ആരുടെയും ഉള്ളിലില്ല. അതിന് അവസരവും ഇല്ല, സമയവും ഇല്ല. മുഴുവൻ സമയവും പഠിപ്പും ജോലിയും മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഇന്ന് പഠിക്കാൻ വിനിയോഗിക്കുകയാണ്. കാരണം മനനത്തിന് സമയം ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ മനനം ചെയ്തു വേണം ആത്മബോധത്തെ ഉള്ളിൽ ഉറപ്പിക്കാൻ. ഏത് ശിഷ്യനും ഇങ്ങനെ ആയിരിക്കണം എന്ന ശിഷ്യന്റെ യോഗ്യത അഗ്നിയെ ഉദാഹരണമാക്കിക്കൊണ്ട് ഈ ശ്ലോകത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കലാണ്. നിരോധോത്പത്ത്യണു ബൃഹന്നാനത്വം തത്കൃതൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണാൻ പരാം. നിരോധോത്പത്യണു അണുബൃഹന്നാനത്വം തത്കൃതൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണാൻ പരാം. നിരോധോത്പത്യണുബൃഹന്നാനത്വം തത്കൃതൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണാൻ പരാം. ഗോഫോ ഗുണൈർ വിരചിതോ ദേഹോയം പുരുഷഹ്യഹി സംസാരത്തം നിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനഃ. യോസൗ യാതൊരുവനാണോ അവൻ, ഗുണൈഹി വിരചിതോ ദേഹോ അയം പുരുഷഹ്യഹി, പുരുഷഹ്യ പുരുഷന്, ഗുണൈഹി സത്വാദികളായ ഗുണം കൊണ്ട്, വിരചിതോ ഉണ്ടാക്കിയതാണ്, അയം ദേഹ ഈ ദേഹം. പുരുഷന്, ഒരു മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ദേഹം സത്വാദികളായ ഗുണത്തിൽ നിന്നുമുണ്ടായ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. യോസൗ ഗുണൈർ വിരചിതോ ദേഹോയം പുരുഷഹ്യഹി. സത്വാദികളായ ഗുണങ്ങളിൽ നിന്നും ഉണ്ടായിച്ച ഗുണങ്ങളിൽ നിന്നുമാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്നുമാണ് യഹ അസൗ ദേഹ യാതൊരു ദേഹമാണോ ഉണ്ടാകുന്നത്. യോ അസൗ ഗുണൈർ വിരചിത ഉണ്ടാക്കിയെടുക്കുക, സൃഷ്ടിക്കുക, വിരചിതമാകുക. അയം ദേഹ വിരചിത ഈ ദേഹം വിരചിതമാണ്. രണ്ട് എന്താണ് പുംസ്ത്രീ ബീജങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വിരചിതമാക്കി ഉണ്ടാക്കിയെടുത്തതാണ് കുടമുണ്ടാക്കുന്നത് പോലെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തപ്പെട്ടതായ ഈ ശരീരം ഒരു മനുഷ്യന് സംസാരഹത്തം നിബന്ധോയം അയം സംസാര ഈ സംസാരം തൻ നിബന്ധ അതുകൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ്. ഈ ദേഹം സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. സംസാരഹ തൻ നിബന്ധോയം അതുമായിട്ട് നിബന്ധനം ചെയ്തതാണ്. ആത്മനഹ വിദ്യ ചിത് ആത്മവിദ്യയെ നശിപ്പിക്കുന്നതുമാണ്. വിദ്യാച്ഛിത് ആത്മനഃ ആത്മനഃ വിദ്യാച്ഛിത് ആത്മവിദ്യയെ നശിപ്പിക്കുന്നതുമാണ്, സംബന്ധമുണ്ടാക്കുന്നതുമാണ് എന്ന് ദേഹത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ശിഷ്യന് അനിവാര്യമാണ് എന്ന് ബോധിപ്പിക്കാൻ പോവാണ്. വിറകിനോട് അഗ്നിക്കുള്ളതുപോലെയാണ് ആത്മാവിന് ദേഹത്തോടുള്ള ബന്ധം. അതാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ആത്മാവിന് ഒന്നിനോടും സംബന്ധമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയം പുരുഷ ഈ പുരുഷൻ അസംഗനാണ്, ഒന്നിനോടും ചേർച്ചയില്ലാത്തവനാണ് എന്നുള്ള പല വാക്യങ്ങൾ കൊണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി.
അതെങ്ങനെ വരും എന്നൊന്നുകൂടെ വ്യക്തമാക്കുകയാണ്. മായാഗുണങ്ങൾ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. ഗുണങ്ങൾ മായയുടെ ഘടകങ്ങളാണ്. മായയില്ലെങ്കിൽ ത്രിഗുണങ്ങളില്ല. അപ്പൊ ത്രിഗുണങ്ങൾ എന്താണ്? മായയിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഗുണൈഹി വിരചിതോ ദേഹോയം അയം പുരുഷസ്യ. മായാഗുണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് സ്ഥൂല സൂക്ഷ്മദേഹങ്ങൾ. അതിലാണ് ഞാൻ എന്നുള്ള ഭാവത്തെ ഉറപ്പിച്ചിരിക്കുക. സ്വന്തം രൂപം അതല്ല. അഗ്നിയുടെ സ്വരൂപം വിറകല്ല. ആണെന്ന് ധരിച്ചാലോ അതുപോലെയാണ് ഇപ്പൊ. ആത്മാവിന്റെ സ്വരൂപം ദേഹമല്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവിവേകം കൊണ്ട്, അജ്ഞാനം കൊണ്ട്, മായ കൊണ്ട് ആ ബോധം ഇപ്പൊ കിട്ടില്ല. അപ്പൊ അജ്ഞാനം മാറ്റി വിവേകമുണ്ടായി, മായയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാവും. ഇതാണ് ചിന്തിച്ച് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അവിവേകമാണ് ജീവൻ ഉണ്ടാകുന്നത്, അജ്ഞാനമാണ് ജീവൻ അനുഭവിക്കുന്നത്. അതിൽ നിന്നും സ്വതന്ത്രനായിട്ട് സ്വന്തം രൂപത്തെ ധരിക്കാൻ ഉള്ള ഒരു വിവേകം ജീവന് വേണം, ജീവാത്മാവിന് വേണം. ഇതില്ലാത്തത് കൊണ്ട്, ഈ ആത്മജ്ഞാനം ലഭിക്കാത്തത് കൊണ്ട് ദേഹത്തോടുള്ള ഭ്രമം അധികമായിട്ട് തോന്നും. ദേഹത്തിനോട് ഇതെന്റെ ദേഹമാണ്, എന്റെ ദേഹമാണെന്നുള്ള ഭ്രമം കൂടി കൂടി വന്നിട്ട് ആത്മാവിനെ തൃണവൽഗണിച്ചുകൊണ്ട് ദേഹത്തെ നന്നാക്കാൻ, പരിപുഷ്ടപ്പെടുത്താൻ, രാവിലെ മുതൽ ഉറങ്ങുന്നവരെ ഭക്ഷണം കൊടുത്ത് ദേഹത്തെ ശാന്തമാക്കി നന്നാക്കാൻ, കുളിപ്പിച്ച് ഒരുക്കി നല്ല വസ്ത്രങ്ങൾ കൊണ്ട് അണിയിച്ച് സുന്ദരമാക്കി മാറ്റി അങ്ങനെ ഇരുത്താൻ ഇതാരെയാണ്? ദേഹത്തെയാണ്. വിറകാണ് എന്നോർക്കണം. അതിൻ്റെ അകത്ത് അഗ്നി ഉള്ളപ്പോൾ മാത്രമാണ് ഇതിന് തേജസ് ഉള്ളത്, അല്ലെങ്കിൽ ഇല്ല. അതെപ്പോഴും ഉണ്ട്, പക്ഷെ ഇത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് സുഖദുഃഖാദികൾ ഒക്കെ അജ്ഞാനാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ജ്ഞാനാവസ്ഥയിൽ അത് നഷ്ടപ്പെടും. അതുകൊണ്ട് ആത്മാവിൻ്റെ അസംഗത്വം അത് ആനന്ദത്തിന് കാരണമാണ്. ഈ ആത്മാവുമായുള്ള നിരന്തരമായ അസംഗത്വം അജ്ഞാനം കൊണ്ടുണ്ടായി സുഖദുഃഖാദികൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ആനന്ദം അനുഭവിക്കാൻ പറ്റത്തില്ല. സംസാര തന്നിബന്ധോയം. എന്താണ് സംസാരം? ഇതിലേക്ക് ബന്ധിപ്പിക്കും. എന്താണ്? ഗുണവിരചിതമായ ദേഹത്തിനോട് ബന്ധം തോന്നിക്കുന്ന സംസാരത്തിന്റെ സ്വഭാവമാണ്. അത് ബന്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആത്മവിദ്യ ഛേദിച്ചു കഴിഞ്ഞു. പിന്നെ അതറിയാൻ വഴിയില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഈ ത്രിഗുണങ്ങളെ മാറ്റിയിട്ട്, അജ്ഞാനത്തെ മാറ്റിയിട്ട് ഈ ജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മസ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റും, ആത്മവിദ്യ അറിയാൻ പറ്റും. അപ്പൊ സംസാരവുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാകും, മായാമോഹത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് ഒരു ശിഷ്യൻ മനനം ചെയ്ത് സ്വയം തിരിച്ചറിയണം. ഗുരുവിന് ഉപദേശിക്കാനേ പറ്റുള്ളൂ, അനുഭവമാക്കാൻ ശിഷ്യനെ പറ്റുള്ളൂ. ഉപദേശത്തെ എന്താക്കി മാറ്റണം? അനുഭവമാക്കി മാറ്റണം. യോഫൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ്യഹി സംസാരസ്തന്നിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനാം. യോഫൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ്യഹി സംസാരസ്തന്നിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനാം. യോഫോ ഗുണർവിരചിതോ ദേഹോയം പുരുഷസ്യഹി സംസാരസ്തന്നിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മനാം. തസ്മാത് ജിജ്ഞാസയാ തത്മജിജ്ഞാസയാ ആത്മാനമാത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേത് ഏതദ്വസ്തുബുദ്ധിം യഥാക്രമം. തസ്മാത് അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ ആത്മാവും ദേഹവുമായിട്ടുള്ള ബന്ധത്തെ
പ്രത്യേകമായിട്ട് മനനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഈ വിറകിന്റെ ഔപമ്യം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് ജിജ്ഞാസയ അറിയാനുള്ള ആഗ്രഹം കൊണ്ട്, ജിജ്ഞാസ കൊണ്ട് ആത്മസ്ഥം ആത്മാവിലിരിക്കുന്ന കേവലം പരം, ആത്മാവിലിരിക്കുന്ന കേവലമായ പരമാത്മബോധത്തെ ദേഹത്തിൽ നിന്നും ഭിന്നമായ ആ പരമാത്മബോധത്തെ ആത്മാനം, ആത്മാവിനെ, തസ്മാത് ജിജ്ഞാസയ ആത്മസ്ഥം കേവലം പരം ആത്മാനം, ആത്മാവിനോട് സംഗമിപ്പിച്ചിട്ട് അതുമായി കൂട്ടിച്ചേർത്ത് നന്നായി അറിഞ്ഞിട്ട് ഏതത് വസ്തുബുദ്ധി, ഇതിലുള്ള പരമാർത്ഥ ബുദ്ധിയെ യഥാക്രമം നിരസേത്, അതിന്റെ ക്രമം അനുസരിച്ച് തള്ളിക്കളയണം. നിരസേത്, നിരസിക്കണം. ദേഹധർമ്മങ്ങളോട് ചേരാതെ ഒരു വികാരവും ബാധിക്കാതെ വേറിട്ടു നിൽക്കുന്ന ആത്മാവിനെ അറിഞ്ഞിട്ട് ജിജ്ഞാസയ ആത്മസ്ഥം കേവലം പരം ആത്മാനം സംഗമ്യ, ജിജ്ഞാസ കൊണ്ട് ദേഹധർമ്മവുമായി യാതൊരു ബന്ധവുമില്ലാതെ, വലുതാകാതെ ചെറുതാകാതെ, അഗ്നി അങ്ങനെയാണല്ലോ, അഗ്നിക്ക് വലിപ്പ ചെറുപ്പങ്ങളില്ല, നാനാത്വമില്ല, വിറകിലിരിക്കുമ്പോൾ തോന്നിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ദേഹധർമ്മങ്ങളോട് ചേരാതെ ആത്മാവ് ഉള്ളിലുണ്ടാകും. അതിനെ അറിഞ്ഞ് ഈ ശരീരവും വിഷയവും ഒക്കെ പരമാർത്ഥമായിട്ടുള്ളതല്ല എന്ന് നിശ്ചയിക്കണം. നിരസേത്, അതിനൊക്കെ നിരസിക്കണം. ഏതത് വസ്തുബുദ്ധി, ഇതൊക്കെ വസ്തുബുദ്ധിയാണ്. വിഷയങ്ങളുള്ള ശരീരവും വിഷയവും വസ്തുക്കളും ഇതൊക്കെ പരമാർത്ഥമല്ലെന്ന് നിശ്ചയിച്ചിട്ട് ദേഹവും ആത്മാവും ഒന്നല്ല എന്ന് അറിഞ്ഞ് ഗുരുമുഖത്തിൽ നിന്നും ശ്രവണം കൊണ്ട് കിട്ടിയ അറിവിനെ സ്വബുദ്ധി കൊണ്ട് മനനം ചെയ്ത് അത് തൻ്റേതാക്കി മാറ്റി അതുകൊണ്ട് ഗുരുവിനെ ആശ്രയിക്കേണ്ടത് ജിജ്ഞാസുവിന്റെ മുഖ്യധർമ്മമാണ്. അത്ര മനോഹരമായി അവതരിപ്പിച്ചു. ഒരു ജിജ്ഞാസുവിന്റെ മുഖ്യധർമ്മമാണ് ഗുരുവിനെ അറിയണം. ഗുരുവിനെ ശരിക്കറിയണമെങ്കിൽ ആത്മബോധത്തോട് മാത്രം അറിയാൻ പറ്റും. ഈശ്വരൻ സമം ഗുരു, രണ്ടും ഒന്ന് തന്നെയാണ്. ഈശ്വരനെ അറിയുന്ന പോലെയാണ് ഗുരുവിനെ അറിയുന്നത്. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞ് ജിജ്ഞാസുവായിട്ട് ഗുരുവിനെ ആശ്രയിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ മാത്രമേ മനനം ചെയ്ത് ഇത് രണ്ടും ഒന്നല്ല, രണ്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആണെന്നറിഞ്ഞാൽ ഈ വസ്തുബുദ്ധിയൊക്കെ അപ്പൊ തന്നെ ദൂരെ കളയാം. തസ്മാത് ജിജ്ഞാസയാത്മാനം ആത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേതേതത് വസ്തുബുദ്ധിം യഥാക്രമം. തസ്മാത് ജിജ്ഞാസയാത്മാനം ആത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേതേതത് വസ്തുബുദ്ധിം യഥാക്രമം. തസ്മാത് ജിജ്ഞാസയാത്മാനം ആത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേതേതത് വസ്തുബുദ്ധിം യഥാക്രമം. ആചാര്യോ അരണിഃ ആദ്യസ്യാദന്തേവാസ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാ സന്ധിസുഖാവഹാം. ആചാര്യോ അരണിഃ ആദ്യഃ, ആചാര്യൻ എന്ന ഗുരു ആദ്യത്തെ അരണിയാണ്, ഒന്നാമത്തെ അരണിയാണ്. ജ്ഞാനോൽപത്തിക്ക് കാരണമായത് അരണിയാണ്. അതുകൊണ്ട് ഈ ജ്ഞാനോൽപത്തിയെ അഗ്നിക്ക് സമാനമായി കൽപ്പിക്കുകയാണ്. അഗ്നി കടഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് മരക്കഷ്ണങ്ങളാണ് അരണികൾ. അഗ്നി കടഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് മരക്കഷ്ണങ്ങൾ, അത് കൂട്ടി ഉരസിയിട്ടാണ് അതിൽ നിന്നും തീയെടുക്കും. അരണി കടഞ്ഞെടുക്കുക എന്ന് പറയും. ഈ ഗുരുശിഷ്യന്മാർ രണ്ട് അരണികളാണ്. ഒന്നാമത്തേത് മേൽഭാഗത്തെ അരണി ആചാര്യനാണ്. ആചാര്യോ ഉത്തരാരണി. ഈ
നാരായണീയത്തിൽ ഈ ശ്ലോകം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ആചാര്യൻ ഉത്തരാരണിയാണ്, മുകളിലത്തെ അരണിയാണ്. രണ്ടരണിക്കമ്പുകൾ കൂട്ടി ഉരസണമെങ്കിൽ ഒന്ന് മുകളിലും ഒന്ന് താഴെയും വേണം. ആദ്യ അരണിഹി ആചാര്യ, ആദ്യത്തെ അരണി ആചാര്യനാണ്. സ്യാത് ആകുന്നു. അന്തേവാഫി ഉത്തരാരണി, അന്തേവാഫി അകത്തു വസിക്കുന്നവൻ ശിഷ്യൻ ഉത്തരാരണിയാണ്, താഴത്തെ അരണിയാണ്. ഉത്തരം അടുത്ത് രണ്ടാമത്തെയാണ്. ആദ്യ ഉത്തര, ഉത്തരം വെച്ചാൽ മുകളിലത്തെ എന്നല്ല, ഇവിടെ താഴത്തെ എന്നാണ്. ഉത്തരാരണി. ആചാര്യോ അരണിഹി ആദ്യഃ സ്യാത് അന്തേവാഫി ഉത്തരാരണി. തത് സന്ധാനം പ്രവചനം, അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുള്ള സംഭാഷണമാണ്, അറിവ് ഉപദേശിച്ചു കൊടുക്കലാണ് സന്ധാനം, കടയൽ. അഗ്നി ഈ രണ്ട് അഗ്നികൾ തമ്മിൽ കൂട്ടി ഉരയ്ക്കുന്നത് ആചാര്യന്റെ ശിഷ്യ ഉപദേശമാണ്. അതിൽ നിന്നും കിട്ടുന്നത് വിദ്യയാണ്, അത് സുഖാവഹം. അരണികളുടെ സംയോജ്യമാണ്, അരണികളുടെ സന്ധി കൊണ്ട് ഉണ്ടാകുന്നതാണ് അറിവ്, അഗ്നി. ഗുരുശിഷ്യന്മാർ ഒന്നിച്ചുകൂടി ചേർന്നിട്ടാണ് അഗ്നി ഉണ്ടാകുക, ജ്ഞാനം ഉണ്ടാകുക. ഗുരുവിലിരിക്കുന്ന ജ്ഞാനം അത് ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്നത്, ശിഷ്യനും ആത്മസ്വരൂപനാണ്, ഗുരുവും ആത്മസ്വരൂപനാണ്. രണ്ടുപേരിലും ജ്ഞാനമെന്ന വിദ്യ എന്ന അഗ്നിയുണ്ട്. തമ്മിൽ കൂട്ടി ഉരയ്ക്കുമ്പോൾ ആ രണ്ടിൽ നിന്നും സന്ധിയായി പ്രജ്വലിച്ചു വരുന്ന ജ്ഞാനമാണ് വാസ്തവത്തിൽ അഗ്നിയാണ് ജ്ഞാനം എന്ന് അതിമനോഹരമായൊരു ഉപമാനം കൊണ്ട് ഗുരുവും ശിഷ്യനും അവരുടെ സന്ധിയും തത്ഫലമായ ജ്ഞാനവും, ഈ മൂന്ന് കാര്യം, നാല് കാര്യം. ഗുരു, ശിഷ്യൻ, അവരുടെ സന്ധിക്കൽ, അവരുടെ പ്രവചനം, അതിൽ നിന്നും ഉണ്ടാകുന്ന ജ്ഞാനം, അത് ഉത്തരാരണി. അതേപോലെ എന്താണ് അധരാരണി, അല്ലെങ്കിൽ ഒന്നാമത്തെ അരണി എന്നും ആദ്യാരണി എന്നും ഉത്തരാരണി എന്നും അവയുടെ സന്ധാനമാകുന്ന പ്രവചനം അത് സന്ധിയാണെന്നും വിദ്യ സുഖാവഹമാണ്, ആനന്ദം തരുന്ന ജ്ഞാനാഗ്നി ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഈ ജ്ഞാനാഗ്നിയുടെ മഹത്വത്തെ ഒരു ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കുക. ആചാര്യോ അരണിരാദ്യസ്യാത് അന്തേവാഫ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാ സന്ധ്യാവഹാം. ആചാര്യോ അരണിരാദ്യസ്യാത് അന്തേവാഫ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാ സന്ധിസുഖാവഹാം. ആചാര്യോ അരണിരാദ്യസ്യാദേവാഫ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാ സന്ധിസുഖാവഹാം. അതുകൊണ്ട് തീർന്നില്ല ഈ അധ്യായത്തിലെ മുക്കാലും വിഷയം ഇത് തന്നെയാണ്. ഇനി അടുത്ത ഒരു ശ്ലോകം നമുക്ക് തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല, നമ്മുടെ സമയം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അടുത്ത ഒത്തിരി നീണ്ടൊരു ശ്ലോകവുമാണ്. നമുക്ക് ആ ശ്ലോകം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം. സാറേ, അപ്പം ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവരണം മാറ്റാൻ പറ്റുള്ളൂ, അല്ലേ? അതെ അതെ. അപ്പൊ സാറേ, ഈ വിക്ഷേപം എന്തോ സാറേ? വിക്ഷേപം അത് മായയുടെ രണ്ട് ഗുണങ്ങളാണ്. ആവരണം, വിക്ഷേപം. അത് മായക്കാം, സന്ധിക്കണം. സാറേ, ഈ ദാഹ്യാത് ദാഹകോ അന്യപ്രകാശ എന്ന് പറഞ്ഞു. അപ്പൊ ദാഹ്യാത് എന്ന് പറഞ്ഞ ദഹിപ്പിക്കേണ്ട വസ്തു പിറകെ, ദാഹകൻ അഗ്നി. അഗ്നി. ഓ ശരി ശരി സാർ. ശിഷ്യനാകാൻ എത്ര യോഗ്യതയുണ്ടെന്ന് സ്വയം വിലയിരുത്താൻ പറ്റുമല്ലോ സാറേ? അതെ അതെ അതെ. അതുകൊണ്ടാണ് ഗുരുവിന്റെ യോഗ്യത പറഞ്ഞിട്ട് ശിഷ്യന്റെ യോഗ്യതയും പറഞ്ഞു. ഇങ്ങനെയുള്ള യോഗ്യതയുള്ള ഗുരുശിഷ്യന്മാർ തമ്മിൽ കൂടി ചേരുമ്പോൾ മാത്രമേ ജ്ഞാനാഗ്നി കത്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി.
ഭാഗവതാണ് നന്നായിട്ടും വ്യക്തമാക്കിയ രണ്ട് സംഗതികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് തന്നെയാണ് നാരായണീയത്തിലും പറയുന്നത്, ആചാര്യജ്ഞാതരണി. അത് തന്നെ നാരായണീയത്തിൽ പറയുന്നത്. ഈ നമ്മള് ഒരു ശിഷ്യനും ഇങ്ങനെ അരണിക്കം ഇത് കടയുന്ന പോലെയുള്ള ആ ബന്ധം വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായും ആ ബന്ധം അവർ തമ്മിൽ സന്ധിക്കണം, അപ്പോഴേ കിട്ടൂ. സാർ ഇത് ഉപനിഷത്തിൽ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ട് ഉപനിഷത്തിലുണ്ട് ഇത്. സംശയങ്ങൾ ചേർന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രസംഗിക്കാം. ബാക്കി അടുത്ത ദിവസം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.